എന്തിനാണ് ലഡാക്കിലെ ജനങ്ങൾ ഷെഡ്യൂൾ 6 സ്റ്റാറ്റസ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഇന്ത്യയിലെ ട്രൈബൽ മെജോറിറ്റി ഏരിയകളിൽ അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നൽകുന്ന പ്രൊവിഷനാണ് ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6-ൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾക്ക് അവരുടേതായ ADCs ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ഫോം ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസാക്കുന്ന പല നിയമങ്ങളും ഷെഡ്യൂൾ 6 ഏരിയാസിൽ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ADCയുടെ അപ്രൂവൽ വേണം. കൂടാതെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് സം ജുഡീഷ്യൽ പവേഴ്സും ഈ ADCസിന് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക് സെപ്റ്റംബർ 10-ന് നിരാഹാര സമരത്തിലോട്ട് പോവുകയും പിന്നീട് സെപ്റ്റംബർ 24 ആവുമ്പോഴേക്കും യുവാക്കൾ അതിലോട്ട് വരികയും അത് വയലൻസിലോട്ട് പോവുകയും ചെയ്തത്. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ലഡാക്ക് ചൈനയും പാകിസ്ഥാനുമായി ബോർഡർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി സെൻസിറ്റീവ് ആയ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മോണിറ്ററിംഗ് ഇവിടെ അനിവാര്യമാണ്. കൂടാതെ ഷെഡ്യൂൾ 6 സ്റ്റാറ്റസ് ലഡാക്കിന് നൽകി കഴിഞ്ഞാൽ പല സ്റ്റേറ്റ്സും ഈ ഡിമാൻഡുമായി മുന്നോട്ട് വരും. ഈ സ്റ്റേറ്റ്സിനെയൊക്കെ ഗവൺമെന്റിന് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ലഡാക്കിലെ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം.